നമ്മുടെ മത്സ്യത്തൊഴിലാളി സഹോദരന്മാരുടെ അവർ കടലിലേക്ക് പോയി വരുന്ന വഴിയോ പോകുന്ന വഴിയോ ഒക്കെ പലപ്പോഴും കടലിൽ ബോട്ടുകളോ വള്ളങ്ങളോ അപകടങ്ങളോ ഉണ്ടായി കടലിൽ വീണ് കാണാതാകുന്ന സന്ദർഭങ്ങൾ വളരെയുണ്ട്. മരിച്ചു പോകുന്ന സന്ദർഭങ്ങളും വളരെയധികമുണ്ട്. ഒരു കണക്ക് പറയുന്നത് 2015-നും 2025-നും ഇടയ്ക്ക് 469 പേർ ഇങ്ങനെ മരണപ്പെടുകയും 160 പേരെ കാണാതാവുകയും ചെയ്തു എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഓഖി നടന്ന 2017 സമയം. അതുപോലെ ഇപ്പോൾ വിഴിഞ്ഞത്ത് നിന്ന് ശ്രീ ജോൺ, അതുപോലെ മുതലപ്പുഴയിൽ നിന്ന് ശ്രീ ഷിജിൻ, അതുപോലെ കൊല്ലത്ത് നിന്ന് ശ്രീ ഗൗതം കൃഷ്ണൻ, അവരും കടലിൽ വീണതിന് ശേഷം കാണാതായിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും ആദ്യം എനിക്ക് തോന്നുന്നത് ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ കേരളത്തിൽ ഏകദേശം 2 ലക്ഷത്തിനടുത്താണ് സ്ഥിരമായി മത്സ്യത്തൊഴിലാളികളായ കടലിൽ പോകുന്നവരുള്ളത്. അപ്പോൾ ആ 2 ലക്ഷം പേർക്ക് നമ്മൾ ലൈഫ് ജാക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ, മറൈൻ ലൈഫ് ജാക്കറ്റ് കൊടുക്കുകയാണെങ്കിൽ, ഒരു ലൈഫ് ജാക്കറ്റിന് 500 രൂപ മുതൽ 1200 രൂപ വരെയാണ് വില വരുന്നത്. ആ ലൈഫ് ജാക്കറ്റ് അകലെ നിന്ന് കണ്ടെത്താനും എന്തായാലും വെള്ളത്തിൽ വീണാൽ ഒരു കാരണവശാലും വെള്ളത്തിൽ മുങ്ങിപ്പോകാതിരിക്കാനായിട്ട് അത് സഹായിക്കും. അപ്പോൾ അതിന് ഉള്ള കൊടുത്തിരിക്കുന്ന കളറുമെല്ലാം വെച്ച് സെർച്ച് നടത്തുന്നവർക്ക് അഥവാ ഒരാൾ വെള്ളത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വളരെ ദൂരത്ത് നിന്ന് തന്നെ കണ്ടുപിടിക്കാനും അയാളെ രക്ഷപ്പെടുത്താനും അത് വളരെയധികം സഹായിക്കും. ഒരു 10,000 കോടി രൂപയോളം വരും കേരളത്തിൽ നിന്നുള്ള മത്സ്യമേഖലയിൽ നിന്നുള്ള ഒരു വർഷത്തെ കയറ്റുമതി തന്നെ. അപ്പോൾ അതിൻ്റെ വളരെ നിസ്സാരമായ ഒരു പരമാവധി 24 കോടി രൂപയുടെ മറൈൻ ലൈഫ് ജാക്കറ്റ് ഇവർക്ക് വാങ്ങി സർക്കാർ കൊടുക്കുകയാണെങ്കിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു എന്തുകൊണ്ട് കേരള സർക്കാരോ കേന്ദ്ര സർക്കാരോ അവരുടെ ബജറ്റുകളിൽ ഇത്തരത്തിലുള്ള ഒരു മാറ്റിവെക്കൽ നടത്തുന്നില്ല. അതായത് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ലൈഫ് ജാക്കറ്റ് വാങ്ങുന്നതിന് അത് വളരെ വാങ്ങി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാനാകാത്തതാണ്. കാരണം കടലിൻ്റെ സ്ഥിതി വളരെ പെട്ടെന്ന് മാറുകയും അതുപോലെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അവർ വെള്ളത്തിൽ വീണാലും തീർച്ചയായിട്ടും അവർ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയും അവരെ രക്ഷപ്പെടുത്താൻ കോസ്റ്റൽ പോലീസ് വളരെ എഫക്റ്റീവായിട്ട് വെള്ളത്തിൽ പോകുന്ന ഒരു പോലീസല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. കാരണം അതിൽ തന്നെ പലർക്കും നീന്തൽ പോലും ശരിക്ക് അറിയില്ല. പിന്നെ അവരുടെ ബോട്ടുകളൊന്നും അത്ര എഫിഷ്യൻറ്റോ ശക്തമായിട്ടുള്ളതോ അല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും കോസ്റ്റ് ഗാർഡ്, നേവി എന്നിവ വരേണ്ടി വരും സെർച്ച് നടത്തുന്നതിനായിട്ട്. പക്ഷേ ഞാനിത് ഏറ്റവും വിശദമായിട്ട് ഇതിലെന്താ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ പറ്റിയല്ല പറയുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഇത് ഇവിടെ മാത്രമല്ല, അത് എവിടെയെല്ലാം ടൂറിസ്റ്റുകളടക്കം ഇതുപോലെ വെള്ളത്തിൽ പോകുന്ന ഒരു സമയമുണ്ടാകുന്നു, ബോട്ടിൽ പോകുന്ന സമയമുണ്ടാകുന്ന സമയത്ത് ലൈഫ് ജാക്കറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ മാത്രം വളരെയധികം ജീവനുകൾ ഒരു വർഷം രക്ഷിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് ആയാലും അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് ആയാലും അവരുടെ ബജറ്റിൽ അത്യാവശ്യമായിട്ട് വകയിരുത്തേണ്ട ഒരു കാര്യമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ലൈഫ് ജാക്കറ്റ് വാങ്ങിച്ച് കൊടുക്കുന്നതിന്. അത് അവർ തന്നെ, ഗവൺമെൻറ് തന്നെ വാങ്ങിച്ച് സപ്ലൈ ചെയ്യണം. അങ്ങനെ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് എനിക്ക് തോന്നുന്നു ഇവരോട് ചെയ്യുന്ന മനുഷ്യത്വപരമായ സമീപനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമായിരിക്കും. ഇനി ഈ ലൈഫ് ജാക്കറ്റ് ധരിച്ചുകൊണ്ട് അവർക്ക് മത്സ്യബന്ധനം നടത്താൻ ഏതെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതനുസരിച്ച് ലൈഫ് ജാക്കറ്റ് മോഡിഫൈ ചെയ്ത് ആ ലൈഫ് ജാക്കറ്റ് വാങ്ങിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇത് എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് അത് വളരെ വലിയ തോതിൽ ഒരു സംഭരണം നടത്തേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഫാക്ടറികളിലോ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിലോ ഇതിന് പ്രത്യേകമായുള്ള ഒരു റിസർച്ച് നടത്തി മത്സ്യത്തൊഴിലാളികൾക്ക് സ്വീകാര്യമാകുന്ന വിധത്തിൽ ഉള്ള ലൈഫ് ജാക്കറ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ആളുകൾ വെള്ളത്തിൽ താന്നു പോകുന്നതും ഒഴുകിപ്പോകുന്നതും കണ്ടെത്താൻ പറ്റാത്തതുമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുകയില്ല. വെള്ളത്തിൽ വീണാലും വെള്ളത്തിൽ ഒഴുക്കിൽപ്പെട്ടാലും പൊങ്ങിക്കിടക്കും. അങ്ങനെ ദൂരെ നിന്ന് കണ്ടെത്തി അവിടെ എത്തി രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. നമ്മുടെ സർക്കാരുകളുടെ അടിയന്തര ശ്രദ്ധ പതിയേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്.